ഇപ്പോൾ ജീസസിനെ മനസ്സിലാക്കുക, ജീസസിൻ്റെ ലൈഫിനെ നോക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നതും ഒരു കേൾവി മാത്രമല്ലേ. ഇപ്പോൾ ജീസസിൻ്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും എന്ന് കേട്ടതും എവിടെ നിന്നാ? ചില വ്യക്തികൾ പ്രസംഗിച്ച് കേട്ടതാണ്. ബൈബിളിൽ എഴുതിയിട്ടുമുണ്ട്. ഇനി ബൈബിളിൽ എഴുതിയിരിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ജീസസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീസസിൻ്റെ കൂടെ നിന്ന ഡിസൈപ്പിൾസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ജീസസിനെ കണ്ടു പഠിക്കുക എന്നുള്ള അർത്ഥത്തിലല്ലേ. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ജീസസിൻ്റെ കാലഘട്ടത്തിൽ ജീസസിൻ്റെ കൂടെ നിന്ന ഡിസൈപ്പിൾസിന്, ജീസസിൻ്റെ ശിഷ്യഗണങ്ങൾക്ക്, അത് രഹസ്യ ശിഷ്യന്മാരും പരസ്യ ശിഷ്യന്മാരും ഉൾപ്പെടെയുള്ള എല്ലാ ശിഷ്യന്മാർക്കും എങ്ങനെയാണ് ആത്മീയ ജീവിതം കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ലൈവായിട്ട് ജീസസിനെ നോക്കി പഠിക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് ബൈബിളിനകത്തുള്ള മിക്ക കാര്യങ്ങളും അദ്ദേഹത്തെ നോക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പൗലൂസിൻ്റെ കാലഘട്ടം വന്നപ്പോൾ പൗലൂസ് ജീസസിനെ കുറിച്ച് സംസാരിച്ചു, സ്പിരിറ്റിലുള്ള ജീസസിനെ കുറിച്ച് സംസാരിച്ചു. ജഡപ്രകാരമുള്ള ജീസസിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. എന്നിട്ട് പൗലൂസ് പറയുന്നത് ജീസസിനെ നോക്കി ജീവിക്കാനല്ല, എന്നെ നോക്കി നിങ്ങൾ ജീവിക്കുന്ന. പൗലൂസ് അത് വളരെ വ്യക്തതയോട് കൂടെ പറഞ്ഞു. ഞാൻ ആയിരിക്കുന്നത് പോലെ എന്നെ നോക്ക്, എൻ്റെ ലൈഫ് നോക്ക്. ഞാനാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന പിന്നെ ദൈവത്തിൻ്റെ പത്രം, നിങ്ങളാണ് ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പത്രം. നിങ്ങളെ നോക്കണം, എന്നെ നോക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ ആ സ്പിരിറ്റിൽ മുമ്പോട്ട് ജീവിക്കുന്ന വ്യക്തികളെ നോക്കി വേണം നിങ്ങൾ പാഠം പഠിക്കാനായിട്ട്. അപ്പോൾ പൗലൂസ് തന്നെ ഒരു റോൾ മോഡലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ നിൽക്കുന്നവർക്ക്. അപ്പോൾ ജീസസിനെ നോക്കി ജീവിക്കാനായിട്ട് അന്ന് ജീസസ് ശരീരത്തിൽ കൂടെ ഇല്ല, സ്പിരിറ്റിലുണ്ട്. പക്ഷെ എല്ലാവർക്കും സ്പിരിറ്റിലിരിക്കുന്ന ജീസസിനെ പെട്ടെന്ന് നോക്കാൻ പറ്റത്തില്ല. കാരണം സ്പിരിറ്റ് ആക്റ്റീവായവർക്കേ അത് പറ്റത്തുള്ളൂ. അപ്പോൾ പക്ഷേ പൗലൂസ് ജഡത്തിലിരിക്കുക. അപ്പോൾ പൗലൂസിനെ നോക്കാൻ പറ്റും, പൗലൂസിൻ്റെ ലൈഫിനെ നോക്കാൻ പറ്റും. പൗലൂസ് എങ്ങനെയാണ് ഈ സ്പിരിറ്റ് ലൈഫ് നയിക്കുന്നതെന്ന് ആൾക്കാർക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പൗലൂസ് പറയണേ, എന്നെ നോക്ക്, ഞാൻ എങ്ങനെ ആയിരിക്കുന്നു നോക്ക്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്, ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തെന്നാൽ എന്ന് പറഞ്ഞ് പൗലൂസിൻ്റെ രീതിയിൽ ആ സ്പിരിറ്റ് സെൻസിനെ പൗലൂസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. തിരുവെഴുത്തുകൾ ഇങ്ങനെ പറയുന്നു, പക്ഷെ ഞാൻ പറയുന്നതോ എന്ന് പറഞ്ഞ് പൗലൂസ് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നതോ എന്ന് പറഞ്ഞ് പൗലൂസ് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പൗലൂസിനെ തന്നെ ഒരു റോൾ മോഡലായിട്ട് വെക്കുകയാണ്. പക്ഷെ പൗലോസ് പറയുന്നത് എനിക്കത് ശരിക്കും ഞാൻ ധരിച്ചേക്കുന്നതായിരിക്കും. ഞാൻ വിചാരിച്ചേക്കുന്നത് ഞാൻ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന പോലെ എന്നെ ഫോളോ ചെയ്യാനല്ലേ. അതെ, ക്രിസ്തുവിനെ ഫോളോ ചെയ്യണമെന്നാണ് അതിന്റെ ഒരു അസംഷൻ എനിക്ക് തോന്നുന്നു. ആ അസംഷൻ വരുന്നത് ക്രിസ്തുവിനെ ഫോളോ ചെയ്യാനായിട്ട് ക്രിസ്തു അവിടെ ജഡത്തിൽ അന്നില്ല. പൗലൂസിന്റെ ഫ്രണ്ടിൽ ജഡത്തിനെ ഫോളോ ചെയ്യാൻ എന്തായാലും പൗലൂസിന് പറ്റത്തുമില്ല. അപ്പം പൗലൂസ് ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നത് സ്പിരിറ്റിലല്ലേ. ആ എക്സാമ്പിളാണ് പറയുന്നത്. ഞാൻ എങ്ങനെയാണോ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നത് അത് ജഡത്തിലല്ല, സ്പിരിറ്റിലാണ്. ആ സ്പിരിറ്റിൽ ഞാൻ എങ്ങനെയാണോ ഫോളോ ചെയ്യുന്നതെന്ന് എന്നെ നോക്കി നിങ്ങൾ പഠിക്കാനാണ് പറയുന്നത്. കാരണം നോക്കാന്ന് പറയുമ്പോൾ ഞാൻ പൗലോസായിട്ടിരിക്കുന്ന എന്റെ ജഡം ഞാൻ എന്തോ ചെയ്യുന്നത് നോക്കി ഫോളോ ചെയ്യാനാണോ ഉദ്ദേശിച്ചത്? റൈറ്റ്. എങ്ങനെയാണ് ജഡത്തിൽ വസിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് ആ സ്പിരിറ്റ് ലൈഫ് നയിക്കുന്നത് അത് നിങ്ങൾ നോക്കി ഫോളോ ചെയ്യുന്നുള്ള രീതിയില്ല. കാരണം പൗലൂസ് ഫോളോ ചെയ്യുന്നത് സ്പിരിറ്റ് ലൈഫാണ്, ജഡത്തിലെ ലൈഫല്ല. പക്ഷേ ജനങ്ങൾക്ക് ജഡത്തിലിരിക്കുന്ന ആരെ കാണാൻ പറ്റുന്നുണ്ട്? പൗലൂസിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ജനങ്ങൾക്ക് പൗലൂസിനെ ജഡത്തിലിരിക്കുമ്പോഴും സ്പിരിറ്റിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് പിന്നെ പൗലൂസിനെ നോക്കി കാണുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ അത് തന്നെയാണ് പൗലൂസ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പൗലൂസ് പറയുന്ന മറ്റൊരു കാര്യമാണ്, തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നു, യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മറ്റപ്പോസ്തലന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, എൻ്റെ ഉപദേശം കൈക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് പൗലൂസിൻ്റെ വെർഷനിൽ പൗലൂസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ പൗലൂസ് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പൗലൂസിന് 101% ഉറപ്പായിരുന്നു ഞാൻ നയിക്കുന്ന ജീവിതം ആത്മാവിലെ ജീവിതമാണ്. അതുകൊണ്ട് എന്നെ കാണുന്നവർക്ക്, എന്നെ കേൾക്കുന്നവർക്ക്, എന്നെ നോക്കുന്നവർക്ക് ശരിക്കും ആ ഒരു ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് എൻ്റെ ലൈഫിലൂടെ അവർക്കും പറ്റും എന്നുള്ളത് പൗലൂസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറപ്പായിരുന്നു. പൗലോസ് എന്നെ ഫോളോ എന്ന് പറയുമ്പോൾ വെറും ഒരു വ്യക്തിയെ ചുമ്മാ അവര് പറയുന്നത് മതമനുസരിച്ച്
പറയുന്നത് പോലല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്റെ ജീവിതം നോക്കി ഞാൻ എങ്ങനെ സ്പിരിറ്റുമായിട്ട് ഇങ്ങനെ സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്നു, അതുപോലെ നിങ്ങളും സെൻസിറ്റീവ് ആകാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നെ ഫോളോ ചെയ്യാൻ ഉറപ്പായിട്ടും. അതെ. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ വചനങ്ങൾ ക്രിസ്തുവിനെ ഫോളോ ചെയ്യ് എന്ന് കേൾക്കാറുണ്ട്. പക്ഷേ ഒരു വ്യക്തി പോലും പറയുന്നില്ല ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യ്, ഞാൻ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യുക, എന്നെ നോക്കി പഠിക്കുക എന്ന് പറയാനായിട്ട് ഇന്ന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ എക്സാമ്പിൾ പറയാം. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 1-ാം വാക്യം. 1 കൊരിന്ത്യർ 11:1 പറയാണ് പൗലോസ്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായി ആയിരിക്കുന്നത് പോലെ നിങ്ങളും ക്രിസ്തുവിൻ്റെ അനുയായികളാകുവിനെന്നല്ല പറയുന്നത്. നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരാകുമെന്നാണ് പറയുന്നത്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളായിരിക്കുവേൻ. അപ്പോൾ പൗലൂസ് അത് പറയണമെന്നുണ്ടെങ്കിൽ പൗലൂസിന് എത്രത്തോളം ഉറപ്പല്ലേ? സോ ഇമിറ്റേറ്റ്, ഇംഗ്ലീഷിൽ ഇമിറ്റേറ്റ് മീ എന്നാ പറയുന്നത്. ഇമിറ്റേറ്റ് മീ. അവിടെയാണ് ഒരു ഇമിറ്റേറ്റ് മീ എന്ന് പറയുമ്പം, സാധാരണ ഫോളോ മീ എന്ന് പറയുമ്പം ഓക്കെ സദ്ഗുരു സായിബാബ എല്ലാവരും ഗോഡ് മാനെ പോലെ എല്ലാവരും അതൊരു ഇമിറ്റേഷൻ അല്ലേ ഫോളോ ചെയ്യുന്നത്? ആ ഫോളോ ആ അർത്ഥത്തിലല്ല, അല്ല അത് വേറൊരു ഫോളോ. കാരണം അവരെ ഫോളോ ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് അവരുടെ ആദർശങ്ങൾ, അവരുടെ സിദ്ധാന്തങ്ങളെ ഫോളോ ചെയ്യാനാണ് പറയുന്നത്. പൗലൂസ് പറയുന്നത് അതല്ല, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിനെ ഫോളോ ചെയ്തിട്ടാണ്, ക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പിളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്, ക്രിസ്തുവിനെ പോലെയാണ് ഞാൻ ജീവിക്കുന്നത്. എന്താണോ ക്രിസ്തു പഠിപ്പിച്ച ആത്മീയ ജീവിതം അത് തന്നെയാണ് എന്നിലുമുള്ളത്. സോ ആ ഉറപ്പ് പൗലൂസിന് 101% പൗലൂസിൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് പ്യുവർ സ്പിരിച്വാലിറ്റി ആണ്, പ്യുവർ സ്പിരിറ്റ് ലെഡ് ലൈഫാണ് ഞാൻ ഫോളോ ചെയ്യുന്നതെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് പൗലൂസ് പറയുന്നത് ഇമിറ്റേറ്റ് മീ, എന്നെ അനുകരിക്കുക എന്ന്. അപ്പോൾ തെറ്റിപ്പോകത്തില്ല അവരൊരിക്കലും. അപ്പോൾ അത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഞാനും പറയുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്നത് പ്യുവറായിട്ടുള്ള സ്പിരിറ്റ് സെൻസാണ്. ക്രിസ്തു എന്ത് പഠിപ്പിച്ചോ, പൗലൂസ് എന്ത് പഠിപ്പിച്ചോ അതേ കാര്യം തന്നെയാണ് ഞാനും ഇമിറ്റേറ്റ് ചെയ്യുന്നതും ഞാനും സംസാരിക്കുന്നതും എൻ്റെ ലൈഫിനകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അതാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബോൾഡായിട്ട് പറയുന്നത്, നിങ്ങൾ അച്ഛന്മാർ പറയുന്നതും പാസ്റ്റർമാർ പറയുന്നതും അല്ല കേൾക്കേണ്ടത്, ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് ഉറപ്പോടുകൂടെ പറയാൻ കാരണം ഇത് തന്നെയാണ്. ഞാൻ ഫോളോ ചെയ്യുന്നത് 101% ക്രിസ്തുവിനെ തന്നെയാണ്, അല്ലെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ച ആ ആത്മലോകത്തിൻ്റെ സിദ്ധാന്തങ്ങൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഉറപ്പോടുകൂടെ പറയാൻ പറ്റും, എന്നെ നോക്ക് എന്ന് പറയാൻ പറ്റും. ഓക്കെ. ഇനി അവിടെയും പറയുന്നത് എൻ്റെ ഫാമിലി ലൈഫിനെ കുറിച്ചോ എൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചോ എൻ്റെ സോഷ്യൽ ലൈഫിനെ കുറിച്ചിട്ടോ അല്ല, എൻ്റെ സ്പിരിച്വൽ ലൈഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പൗലൂസ് ഇത് പറയുമ്പോഴും പൗലൂസിൻ്റെ ഫിസിക്കൽ ലൈഫിനകത്ത്, പൗലൂസിൻ്റെ പേഴ്സണൽ ലൈഫിനകത്ത്, പൗലൂസിൻ്റെ ഫാമിലി ലൈഫിനകത്ത്, പൗലൂസിൻ്റെ സോഷ്യൽ ലൈഫിനകത്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതിനെയല്ല പൗലൂസ് ഉദ്ദേശിക്കുന്നത്. ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് സ്പിരിച്വൽ ലൈഫ്. So same way I am also talking about my spiritual life. It's not my family, or it's not my private life. It's not my social life. It's not about the relationship between sister or brother or cousins or അങ്കിളുമാരോ ആൻറ്റിമാരുമായിട്ടോ അപ്പനുമായിട്ടോ അമ്മയുമായിട്ടോ ഭാര്യയുമായിട്ടോ കൊച്ചുമായിട്ടോ ഈവൻ ഫിസിക്കൽ റിലേഷൻഷിപ്പിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ചേ അല്ല ഞാൻ മിണ്ടുന്നത്. I am talking about the spiritual life. ഓക്കെ. ഇനി അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, ഈ റിലേഷൻഷിപ്പിനകത്തൊക്കെ പെർഫെക്ഷൻ വേണ്ടേ? അപ്പനുമായിട്ടുള്ള ബന്ധം, അമ്മയായിട്ടുള്ള ബന്ധം, സഹോദരനുമായിട്ടുള്ള ബന്ധം, ഭാര്യയുമായിട്ടുള്ള ബന്ധം, കൊച്ചുമായിട്ടുള്ള ബന്ധം, കസിൻസുമായിട്ടുള്ള ബന്ധം, സോഷ്യൽ ലൈഫുമായിട്ടുള്ള ബന്ധത്തിനകത്തൊക്കെ പെർഫെക്ഷൻ വേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്ഷൻ വേണം. ബട്ട് അവിടെ ഒന്ന് നമുക്ക് 101% പെർഫെക്ഷൻ പുലർത്താൻ പറ്റത്തില്ല. ബിക്കോസ് സ്പിരിറ്റിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുമ്പോഴും പലപ്പോഴും നമുക്ക് അവിടെ ഈ സ്പിരിറ്റിൻ്റെ റിലം അതുപോലെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ഹാൻഡ് ഷേക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം ജീവിക്കുന്നത് ജഡത്തിലാണ്. അപ്പോൾ നമുക്ക് ഹാൻഡ് ഷേക്ക് ചെയ്യാനായിട്ട് ഒരിക്കലും സ്പിരിറ്റിൽ 100% ഷേക്ക് ഹാൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട്. ഈവൻ അത് ഭാര്യയായിരിക്കാം, മകളായിരിക്കാം, അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം. അവരും നമ്മളെപ്പോലെ സ്പിരിറ്റിൽ ജീവിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഹാൻഡ് ഷേക്ക് ചെയ്യാം, പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അവർ സ്പിരിറ്റിൽ അതുപോലെ കണക്റ്റഡ് ആകാത്തിടത്തോളം കാലം നമുക്ക് പ്യൂർ ആയിട്ട് അവരുമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് പെർഫെക്ഷനിൽ പോകാൻ പറ്റത്തില്ല. ഓക്കെ. ബട്ട് നമ്മുടെ സ്പിരിച്വൽ ലൈഫ് എപ്പോഴും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും നമുക്ക് ആ പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റും.
സോ ആ പെർഫെക്ഷൻ പതിയെ 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 ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിനകത്തെല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങും. പക്ഷേ അത് അതിൻ്റെ 100% പെർഫെക്ഷനിൽ വരണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരും ഇതുപോലെ സ്പിരിറ്റിൽ കണക്റ്റ് ആണ്. അല്ലേ? ഇപ്പോൾ പൗലൂസിൻ്റെ കാര്യം നോക്കിയേ. പൗലൂസ് എന്നെ അനുകരിക്കുക എന്ന് പറയുമ്പോഴും പൗലൂസിൻ്റെ കൂടെ നിൽക്കുന്ന പത്രോസുമായിട്ടോ യോഹന്നാനുമായിട്ടോ അന്ത്രയോസുമായിട്ടോ ഫിലിപ്പോസുമായിട്ടോ ഒന്നും പൗലൂസിന് അതേ പെർഫെക്ഷനിൽ ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം എന്താ? പൗലൂസ് നയിക്കുന്ന അതേ സ്പിരിച്വൽ ലൈഫിനകത്തേക്ക് അവർ കണക്റ്റഡ് ആയിട്ടില്ല. ഈവൻ പത്രോസ് പോലും കണക്റ്റഡ് ആയിട്ടില്ല. അപ്പോൾ പത്രോസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിനകത്ത്, പത്രോസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മീയ ബന്ധത്തിനകത്ത് പെർഫെക്ഷൻ വരുന്നില്ല. പലപ്പോഴും തർക്കങ്ങൾ, വാദങ്ങൾ, വിമർശനങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പൗലൂസ് നിൽക്കുന്ന അതേ സ്പിരിറ്റ് റേഞ്ചിനകത്ത് ആര് കയറിയിട്ടില്ല ഇതുവരെ? പത്രോസ് കയറിയിട്ടില്ല. അപ്പോൾ പെർഫെക്ഷൻ നമുക്ക് മാനുഷിക ബന്ധങ്ങളിൽ അതുപോലെ നിലനിർത്താൻ പറ്റത്തില്ല. പക്ഷേ ആത്മീക നിലവാരത്തിനകത്ത് ആ പെർഫെക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് പൗലൂസിനെ അനുകരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് പൗലൂസ് വ്യക്തികളോടെല്ലാം, സൊസൈറ്റിയോടെല്ലാം, പൗലൂസിൻ്റെ മറ്റുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പിനകത്തെല്ലാം ആ പ്യൂരിറ്റി അല്ലെങ്കിൽ ആ പെർഫെക്ഷൻ ഉണ്ടായിരുന്നു എന്നതിന് അർത്ഥമില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ചില ഏരിയക്കകത്ത് നമ്മൾ ഈ ഒരു കാര്യത്തെ അങ്ങനെ ബ്ലൈൻഡായിട്ട് നമ്മൾ എടുക്കരുത്. ശരിക്കും അതിൻ്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അനലൈസ് ചെയ്ത് വേണം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ജനറലൈസ് ചെയ്ത് ചിന്തിച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോകും.